എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സാമ്പത്തിക ശാസ്ത്രം വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് 2026 PSC ചോദിച്ച സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ള എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുവാനായിട്ടാണ് നമ്മളിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിൽ നിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. കാരണം മറ്റു ഓപ്ഷനുകളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്ക് ചോദ്യം വരാവുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ ഹോട്ട് ടോപ്പിക്സ് അറിയാനും എല്ലാം ഈ വീഡിയോ പ്രയോജനപ്പെടും. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ശരിയല്ലാത്തതെന്ന് നമുക്ക് നോക്കാം. 2015 ഏപ്രിൽ 1 സ്ഥാപിക്കപ്പെട്ടു. നമുക്കറിയാം അത് തെറ്റാണ്. കാരണം 2015 ജനുവരി 1 നീതി ആയോഗ് സ്ഥാപിക്കപ്പെട്ടത്. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്, അത് ശരിയാണ്. ആസൂത്രണ കമ്മീഷന് പകരമായാണ് നീതി ആയോഗ് നിലവിൽ വന്നത്, അതും ശരിയാണ്. സഹകരണ ഫെഡറലിസമാണ് അതിൻ്റെ മുഖ്യ ലക്ഷണം, അതും ശരിയാണ്. എന്നാൽ ശരിയല്ലാത്തത് എന്ന് പറയുന്നത് 2015 ഏപ്രിൽ 1 സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഇവിടെ ഓപ്ഷനായി വരുന്നത്. 1 ശരിയല്ല. കാരണം 2015 ഏപ്രിൽ 1 2015 ജനുവരി 1 ആസൂത്രണ കമ്മീഷന് പകരമായി നീതി ആയോഗ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് താഴെ തന്നിട്ടുള്ളത്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ 1991, ഇന്ത്യയിലെ കയറ്റുമതി മേഖല, സ്വകാര്യവൽക്കരണം, ഇന്ത്യൻ വ്യവസായ മേഖല. ഇതിൽ ഏതുമായാണ് നവരത്ന, മിനിരത്ന എന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഇവയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ 1991മായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടിരുന്നു. ഇന്ത്യൻ വ്യവസായ മേഖലയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 1, 3, 4 എന്നീ ഓപ്ഷനുകളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നതിനായി 1997 നവരത്ന, മിനിരത്ന പദവികൾ സർക്കാർ അവതരിപ്പിച്ചത്. അപ്പോൾ 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നവരത്ന, മിനിരത്ന പദവികൾ സർക്കാർ അവതരിപ്പിച്ചത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദവികൾ സർക്കാർ അവതരിപ്പിച്ചത്. അതായത് സ്വകാര്യവൽക്കരണം, പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ മത്സരക്ഷമമാക്കാനും സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകാതെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ലാഭകരമാക്കാനുമാണ് ഈ പദവികൾ സഹായിക്കുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ചോദ്യം, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി സ്ഥാപിതമായത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. സ്ഥാപിതമായത് എന്നാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡിയിലോട്ട് പോകേണ്ടി വരും. 1988 ഏപ്രിൽ 12 സെബി സ്ഥാപിതമായി. എന്നാൽ സെബി ഒരു നിയമപരമായ പദവിയോടെ, അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് 1992 ഏപ്രിൽ 12 അപ്പോൾ സ്ഥാപിതമായത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, 1988 ഏപ്രിൽ 12. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡോക്ടർ രാജാറാമിന് മാത്രമാണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ ഓപ്ഷൻ ഡി 4 മാത്രം. നോർമൻ ബോർലോഗ്, നമുക്കറിയാം ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അഥവാ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പോൾ അദ്ദേഹത്തിനും ഹരിത വിപ്ലവവുമായി ബന്ധമുണ്ട്. ഇനി ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച US ഉദ്യോഗസ്ഥനാണ് വില്യം ഗാർഡ്. അപ്പോൾ ഈ 3 പേർക്കും ഹരിത വിപ്ലവവുമായി ബന്ധമുണ്ട്. ഡോക്ടർ രാജാറാമിന് മാത്രമാണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്.
അദ്ദേഹം എന്ന് പറയുന്നത് പൊക്രാൻ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജാറാം. അതായത് ഒരു അണു ശാസ്ത്രജ്ഞനാണ്. പൊക്രാൻ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജാറാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരുന്നത്, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്. നോർമൻ ബെർലോങ് ലോക ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, വില്യം കർഡ് എന്ന് പറയുന്നത് ആദ്യമായി ഹരിത വിപ്ലവം എന്ന പദം ഉപയോഗിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 2025-2026 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി ജി ഡി പിയുടെ എത്ര ശതമാനമാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 4.4% ആണ്. ഈ ധനക്കമ്മി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ആകെ വരുമാനം, അതായത് കടം വാങ്ങലുകൾ ഇല്ലാതെയുള്ള സർക്കാരിൻ്റെ ആകെ വരുമാനവും ആകെ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് ധനക്കമ്മി. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അളക്കുന്നതിനുള്ള ഒരു പ്രധാന സൂചികയാണ്. അപ്പോൾ ധനക്കമ്മി ജി ഡി പിയുടെ എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ എ, 4.4%. അടുത്ത ചോദ്യം, ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് തെറ്റ്? അതായത് ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് തെറ്റ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പരോക്ഷ നികുതി മൈനസ് നേരിട്ടുള്ള നികുതി ഈക്വൽ ടു അറ്റ പരോക്ഷ നികുതി എന്നുള്ളതാണ് ഇവിടെ തെറ്റായ സമവാക്യം. ബാക്കി 3 സമവാക്യങ്ങളും ശരിയായ സമവാക്യമാണ്. അറ്റ പരോക്ഷ നികുതിക്കുള്ള ശരിയായ സമവാക്യം എന്ന് പറയുന്നത് പരോക്ഷ നികുതി മൈനസ് സബ്സിഡി എന്നുള്ളതാണ്. അപ്പോൾ നേരിട്ടുള്ള നികുതിക്ക് പകരം സബ്സിഡി എന്നുള്ളതായിരുന്നെങ്കിൽ നമ്മുടെ ഇവിടെ കറക്റ്റ് ആയേനെ. അതായത് പരോക്ഷ നികുതി മൈനസ് സബ്സിഡി ഈക്വൽ ടു അറ്റ പരോക്ഷ നികുതി എന്നുള്ളതാണ് ശരിയായ സമവാക്യം. അപ്പോൾ ഇവിടെ തെറ്റായ സമവാക്യം ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ചോദ്യം, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ മഹലനോബിസ് മാതൃക പ്രയോഗിച്ചത്? അതിൻ്റെ പ്രധാന ഊന്നൽ എന്തായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ 2 എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകളിലും നമ്മൾ ഇതേക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവർ കാണുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ നിന്നും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ എക്കണോമിക്സിലെ മുൻ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ തന്നെ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, ഇതെല്ലാം എല്ലാ പരീക്ഷകളിലും റിപ്പീറ്റ് ചെയ്തു വരുന്ന ഭാഗങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ മഹലനോബിസ് മോഡൽ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ പ്രയോഗിച്ചത്? അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ പഞ്ചവത്സര പദ്ധതികളും അവയുടെ പ്രത്യേകതകളും കൃത്യമായിട്ട് പഠിക്കണം. അതിൽ നിന്നുള്ള ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ നമുക്കറിയാം 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മഹലനോബിസ് മാതൃക പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഘന അടിസ്ഥാന മൂലധന ഗുഡ് വ്യവസായങ്ങളിലെ നിക്ഷേപം, അതാണ് അതിൻ്റെ പ്രധാന ഊന്നലായിരുന്നത്. അപ്പോൾ മഹലനോബിസ് മാതൃക പ്രയോഗിച്ചത് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അതായത് 1ാം പഞ്ചവത്സര പദ്ധതിയെ നമ്മൾ എന്തുകൂടി പറയും? ഹരോൾഡ് ഡോമർ മാതൃക എന്നുകൂടി പറയാറുണ്ട്. 2ാം പഞ്ചവത്സര പദ്ധതിയെയാണ് നമ്മൾ മഹലനോബിസ് മോഡൽ എന്നുകൂടി പറയുന്നത്. അതായത് 1956 മുതൽ 61 വരെയുള്ള 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ആ സമയത്താണ് നമ്മുടെ ഇരുമ്പുരുക്ക് ശാലകളായ ഭിലായ്, റൂർക്കല, ദുർഗാപൂർ എന്നിവയെല്ലാം വന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ആ ഒരു കാലഘട്ടമാണ് മഹലനോബിസ് മാതൃക എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 2 തരം ആദായ നികുതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിലെ 2 തരം ആദായ നികുതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്. വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും, അതാണ് നമ്മുടെ 2 തരത്തിലുള്ള ആദായ നികുതികൾ. അതായത് വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്നത് വ്യക്തികൾ, ഹിന്ദു അവിഭക്ത കുടുംബങ്ങൾ, അസോസിയേഷനുകൾ തുടങ്ങിയവർ തങ്ങളുടെ വാർഷിക വരുമാനത്തിന്മേൽ സർക്കാരിലേക്ക് നേരിട്ട് അടക്കുന്ന നികുതി. അങ്ങനെയുള്ള നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. ഇത് നമ്മൾ എങ്ങനെ അടക്കും? കേന്ദ്ര സർക്കാരാണ് ഈ നികുതി
പിരിച്ചെടുക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിലേക്ക് വ്യക്തികളും ഹിന്ദു അവിഭക്ത കുടുംബങ്ങൾ അസോസിയേഷനുകൾ തുടങ്ങിയവർ തങ്ങളുടെ വാർഷിക വരുമാനത്തിന്മേൽ, അതായത് വാർഷിക വരുമാന പരിധി കൂടുമ്പോൾ കേന്ദ്ര സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. ഇനി രണ്ടാമത്തെ ആദായ നികുതി എന്ന് പറയുന്നത് കോർപ്പറേഷൻ നികുതിയാണ്. അത് കമ്പനികളും ബിസിനസ് സ്ഥാപനങ്ങളും അവരുടെ അറ്റാദായത്തിന്മേൽ, അതായത് നെറ്റ് പ്രോഫിറ്റിന്മേൽ സർക്കാരിലേക്ക് അടക്കുന്ന നികുതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നേരിട്ടുള്ള നികുതി കൂടി നമുക്കറിയാം. ആദായ നികുതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നികുതി അഥവാ പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്റ്റ് ടാക്സ് ഒക്കെ എന്നറിയപ്പെടുന്നതാണ് ആദായ നികുതി. അപ്പോൾ നേരിട്ടുള്ള ഡയറക്റ്റ് ടാക്സിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് വരുമാനം നൽകുന്ന ഒരു നികുതിയാണ് കോർപ്പറേഷൻ നികുതി അഥവാ കമ്പനികളും ബിസിനസ് സ്ഥാപനങ്ങളും അടയ്ക്കുന്ന ആദായ നികുതി. അപ്പോൾ 2 തരം ആദായ നികുതികളാണ് ഉള്ളത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും. ഇനി അടുത്ത ചോദ്യം, RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മണി മാർക്കറ്റിൽ യോഗ്യമായ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. മണി മാർക്കറ്റിൽ യോഗ്യമായ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനം. ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് രാജ്യത്തെ സാമ്പത്തിക വിപണിയിലെ പണലഭ്യത, അതായത് ലിക്വിഡിറ്റി നിയന്ത്രിക്കുന്നതിനായിട്ട് RBI അഥവാ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൊതുവിപണിയിൽ ഗവൺമെൻറ് സെക്യൂരിറ്റികളും ട്രഷറി ബില്ലുകളും നേരിട്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ഇതിങ്ങനെ പറയുന്നത്. അതായത് RBI സെക്യൂരിറ്റി വിൽക്കുമ്പോൾ വിപണിയിലുള്ള പണം ഉപയോഗിച്ച് ആൾക്കാർ സെക്യൂരിറ്റി വാങ്ങും. അപ്പോൾ ആ വിപണിയിലെ പണം എവിടെ എത്തും? RBIയിലേക്ക് എത്തും. അപ്പോൾ വിപണിയിലെ പണം, അതായത് പണലഭ്യത കുറയും. അങ്ങനെയാണ് സെക്യൂരിറ്റി വിൽക്കുമ്പോൾ പണലഭ്യത കുറയുന്നത്. ഇനി RBI സെക്യൂരിറ്റി വാങ്ങുക എന്ന് പറയുന്നത് എന്താണ്? മറ്റു പൊതു സ്ഥാപനങ്ങളിൽ നിന്ന് RBIയുടെ പണം ഉപയോഗിച്ച് RBI സെക്യൂരിറ്റി വാങ്ങുമ്പോൾ ആ പണം വിപണിയിലേക്ക് ഇറങ്ങും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പണലഭ്യത കൂടും. അപ്പോൾ അതിനെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഉപഭോക്തൃ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഉപഭോക്തൃ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കാരണം ഈ 6 അവകാശങ്ങളും തന്നിരിക്കുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലുള്ള ഉപഭോക്തൃ അവകാശങ്ങളാണ്. അതെന്തെല്ലാമാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം, വിവരങ്ങൾ അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, അതുപോലെ തന്നെ ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഈ 6 അവകാശങ്ങളും 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഉപഭോക്തൃ അവകാശങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടി നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ദിവസത്തിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ.